അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ഫുൾ പോട്ട് ചെടികളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് കാണിക്കുകയാണേ. ഇതാ നമ്മളെ ചെടികൾ കണ്ടില്ലേ, ഇതാ ഇതിൻ്റെ പേരൊന്നും എനിക്ക് അങ്ങനെ അങ്ങോട്ട് പഠിച്ചില്ല കേട്ടോ. ഞാൻ ഇത് അതിൻ്റെ ലീഫ് കണ്ടില്ല. ഇത് അന്ന് നമ്മൾ കാണിക്കുമ്പോൾ ഇത്രയൊന്നും റെഡ് ആയിട്ടില്ലായിരുന്നു കേട്ടോ. ഇത് ഞാൻ മഴയും വെയിലൊന്നും ഇതിന് പ്രശ്നമല്ല കേട്ടോ. ഏത് സമയത്തായാലും എവിടെയാണെങ്കിലും അത് നന്നായിട്ടുണ്ടായിക്കോളും. നമ്മൾ അഗ്ലോണിമ ഇതാക്കുന്ന മാതിരി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇതാ അതുപോലെ തന്നെ ഒരു 5-8 ഷൂട്ടുള്ളതാണ്. ഇത് ചട്ടി നിറച്ചും ഇതുണ്ട് കേട്ടോ. ഇതിൻ്റെ ലീഫ് കുറച്ച് വലുതായതുകൊണ്ട് വേഗം ചട്ടി നിറച്ച് ഉള്ള പോലെ തോന്നും. ഇത് കുറച്ച് വലിയ ചട്ടി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചതുകൊണ്ടാണ്. എന്നാലും നോക്കിയാൽ നല്ല നിറച്ച് കാണുന്നില്ലേ. അതുപോലെ തന്നെ ഇതാ അതും അതുപോലെ തന്നെ ഒരു 5-8 എത്രയാണെന്ന് എനിക്കറിയില്ല, നിറച്ച് ഷൂട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ ഇൻഡോർ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാട്ടോ. ഇതൊക്കെ ഇൻഡോർ വെച്ചാൽ നല്ല ഭംഗിയുള്ള ചെടിയാണ്. നിറച്ചുകൊണ്ട് ഇതിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഇലകളാണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ. ഇതും അതുപോലെ 2-3 ഷൂട്ടുണ്ട് അതിനകത്ത് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതൊക്കെ നല്ല ഹെൽത്തി. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ, അതിൻ്റെ ലീഫൊക്കെ കണ്ടാൽ തന്നെ അറിയാമല്ലോ. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പൊരിച്ച് വെച്ചതാണ്. ചട്ടിയിൽ പൊരിച്ച് വെച്ച് നന്നായിട്ടുണ്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ മിതമായ നിരക്കിൽ ഞാൻ തരുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ചെടികൾ ഇനിയും കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ നമ്മൾ അഗ്ലോണിമ സുന്ദരിയായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ. ഇത് ഞാൻ ഒരു പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ഇങ്ങനെ അല്ലല്ലോ നിന്ന് ഇപ്പോഴേക്ക് നോക്കുക എന്തൊരു ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കി. നിറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫിനൊക്കെ നല്ല കട്ടിയാണ് കേട്ടോ. ഇതാ പിന്നെ ലൈനൊക്കെ കണ്ടില്ല, നല്ല പിങ്ക് കളറുകളൊക്കെ നന്നായിട്ട് ഡാർക്കാവാൻ തുടങ്ങി. ഇത് നമ്മൾ അന്ന് കാണിക്കുമ്പോൾ ഫുള്ള് ഗ്രീനായിരുന്നു കേട്ടോ. ഇത്രയൊന്നും ഇത് വന്നില്ല. ഇത് കണ്ടില്ല, അതിൻ്റെ പിങ്ക് ഡോട്ടൊക്കെ വരാൻ തുടങ്ങി ലീഫിൽ നിറച്ചും. പിന്നെ അതിൻ്റെ നടുക്കൂടുള്ള വരകളൊക്കെ കണ്ടില്ലൊക്കെ. അതും ഒരു 2-3 ഷൂട്ടേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ കൊടുക്കുന്നതാണ്. അടുത്ത നമ്മളെ സുന്ദരി ഇതാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചായിരുന്നു. ഇതാ ഇപ്പോൾ അതിൻ്റെ ഷൂട്ടൊക്കെ ഇത്രയും വലിപ്പമായി. ലീഫൊക്കെ ഒരു 4-5 എണ്ണമൊക്കെ വെച്ച് തുടങ്ങി. ഇതൊരു 5 ഷൂട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് ഇപ്പം ഞാൻ കാണിച്ച അതേ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഇതേ പ്ലാന്റ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങളിത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇതാ ഇത് കണ്ടേ, ഇതൊക്കെ വീട്ടിലിങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക കാണുമ്പോൾ ആൾക്കാർ വീട്ടിൽ വരുന്നവരൊക്കെ ചോദിക്കും കേട്ടോ എന്തൊരു ഭംഗിയാണ് കാണാൻ എന്നുള്ളത്. ചിലവരൊക്കെ വാങ്ങി കൊണ്ടുപോകലുമുണ്ട്. അപ്പം ഇതടുത്തത് ഇതും ഫുൾ പോട്ടാണ്. ഇതും നല്ല ഭംഗിയാട്ടോ കാണാൻ, കണ്ടില്ലേ, നല്ല രസമില്ലേ. അപ്പോൾ ഇത് ഞാൻ പിന്നെ സെയിലിനല്ല, ഇത് നന്നായിട്ട് ഉണ്ടായത് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ കാണിച്ചതാണ് കേട്ടോ. അടുത്തത് നമുക്കൊരു പനിക്കൂർക്കേൻ്റെ ഇലയാട്ടോ. ഇത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളി. ഇതൊക്കെ നമുക്ക് നമുക്ക് അറിയാമല്ലോ, ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇതെന്താണെന്ന് വെച്ചാൽ കേശകാന്തി എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. ഇത് ഈ ആദിവാസികളൊക്കെ എണ്ണ ഉണ്ടാക്കുമ്പം മുടിക്കൊക്കെ എണ്ണ ഉണ്ടാക്കുമ്പോൾ അതിന് ഇതും കൂടി ചേർക്കുന്ന കേട്ടോ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നാൾ വയനാട്ടിൽ പോയപ്പം മോട്ടം പോയപ്പോൾ പറിച്ചു കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഒരു മത്തങ്ങേൻ്റെ ഇലയൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഔഷധമല്ല, അത് വേറെയാണേ, തലയിൽ തേക്കരുത്. ഇത് ആണ് നമ്മളെ മറ്റെന്താ പറയുക, ചെറുപുള. ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നമ്മളെ ശരീരത്തെ നീരൊക്കെ പോകുന്ന പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത്. ബൈ.